2024 ജനുവരി 25-നാണ് ലാസ്റ്റ് ലാലേട്ടൻ്റെ ഒരു സിനിമ റിലീസാവുന്നത്, മലൈക്കോട്ടെ വാലിബൻ. ഇനി അടുത്ത സിനിമ റിലീസാവാനുള്ളത് ഡിസംബർ 25-ന് ബറോസാണ്. ആദ്യമായിട്ടായിരിക്കും ലാലേട്ടൻ്റെ 2 സിനിമകൾ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2025-ൽ ലാലേട്ടൻ്റേതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന സിനിമകളൊക്കെ ഹിറ്റ് ആവണം, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ റിലീസാവണം എന്നുള്ളത് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളുടെയും ഒരു പ്രാർത്ഥനയും ആഗ്രഹമൊക്കെയാണ്. ആ കൂട്ടത്തിൽ 2025-ൽ ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ സിനിമയുടെ 1-2 പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ ലാലേട്ടൻ്റെ ഒരു സിനിമയുടെ പോസ്റ്ററോ എന്തെങ്കിലുമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫാൻസ് അങ്ങോട്ട് ഏറ്റെടുത്ത് പിന്നീട് അങ്ങോട്ട് ഭയങ്കര പ്രൊമോഷൻ പരിപാടികൾ അല്ലെങ്കിൽ തള്ള് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തരുൺ മൂർത്തിയുടെ സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ ആ സിനിമയിൽ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ട്. ഇത് ഒരു ടാക്സി ഡ്രൈവറാണ്, പിന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പതിവ് പരിപാടി ഫാൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ആ സിനിമ എന്താണ് അല്ലെങ്കിൽ എന്താണ് ആ സിനിമയിലുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു ആമുഖം പോലെ ഒരു പരിപാടിയാണ് പുള്ളി ഫാൻസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഹൈപ്പ് കൊടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് കയറിയിട്ട് സാധാരണ ലാലേട്ടൻ്റെ പടത്തിന് പറ്റുന്ന പോലത്തെ ഒരു പറ്റ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറുടെ കഥയാണ്. നമ്മുടെ നാട്ടിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള നമുക്കൊക്കെ പരിചയമുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ടാക്സി ഡ്രൈവറുടെ കഥയാണ്. ലാലേട്ടനെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറേ നാളായിട്ട് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ ഒരു സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പരിപാടിയേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫാൻസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് തന്നെ നിരാശ ഉണ്ടാവാനാണ് സാധ്യതയുള്ളൂ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡയറക്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. പതിവ് പരിപാടി ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോഴേക്കും അങ്ങ് തള്ളി എയർ കയറ്റി അവസാനം പടം പൊളിയുമ്പോൾ ഇതേ ഫാൻസ് തിരിച്ചു ഊക്കുന്ന ഏർപ്പാട് ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കെങ്കിലും ചെയ്യരുതേ. ഇതൊരു സാധാരണ സിനിമയാണ്. പൃഥ്വിരാജ് പറയുന്ന പോലെ ഒരു കൊച്ചു പടമാണ് എന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് കുറയ്ക്കുന്ന ഏർപ്പാടല്ല ഇത്. ആ ഡയറക്ടറുടെ മുൻകാല സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ആ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാവാനുള്ള സാധ്യതയേ ഉള്ളൂ